ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വീട് നിർമ്മിക്കാനായിട്ട് സ്ഥലം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഹനീത്, അനുരാസിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാനോ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്തിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളൊരു വീട് നിർമ്മിക്കാനായിട്ട് ഒരു പ്ലോട്ട് നോക്കാനായിട്ട് പോകുമ്പോൾ അവിടേക്ക് വഴി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അത് കുറഞ്ഞതൊരു 3 മീറ്റർ എങ്കിലും നമുക്ക് ആ ഒരു വീതിയിലുള്ള വഴി വേണം. പല കാര്യങ്ങൾക്കും ഇപ്പോൾ വീട് നിർമ്മിക്കുന്ന സമയത്തും ഇപ്പോൾ മെറ്റീരിയൽസ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ടിപ്പറുകൾ വരാനും അതിനുശേഷവും നമുക്കത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. പലപ്പോഴും വഴിയില്ലാത്ത സ്ഥലങ്ങൾ വില കുറവിന് കിട്ടും എന്നുള്ള അതുകൊണ്ട് പല ആൾക്കാരും എടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം നമുക്ക് വീട് നിർമ്മിക്കുന്ന സമയത്താണ് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും മെറ്റീരിയൽസ് നമ്മുടെ സൈറ്റിലേക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിട്ട് വരും. അപ്പോൾ അതിന് എക്സ്ട്രാ ലേബർ കോസ്റ്റ് ഒക്കെ വരും. അപ്പോൾ വഴി ഉണ്ടോ എന്നുള്ളത് നമ്മളെന്തായാലും നോക്കിയിരിക്കണം. വേറൊരു കാര്യം അവിടുത്തെ വെള്ളത്തിന്റെ ലഭ്യത എന്നുള്ളതാണ്. ഇപ്പോൾ കിണർ ഉള്ള ഒരു പ്ലോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കിണർ കുഴിക്കേണ്ട ഒരു കോസ്റ്റ് അവിടുന്ന് ലാഭിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വെള്ളത്തിന്റെ കാര്യങ്ങൾ നമുക്ക് അതിന്റെ പരിസരത്തുള്ള വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് അതിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടും. ഇനിയിപ്പോൾ കിണർ ഇല്ല എങ്കിൽ നമുക്ക് മറ്റുള്ള പല കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ആണ് വെള്ളം വരുന്നതെങ്കിലും ആ ഒരു രീതിയിലും വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. വേറൊരു കാര്യം നോക്കേണ്ടത് ആ ഒരു പ്ലോട്ടിന്റെ ഷേപ്പാണ്. ഇപ്പോൾ നമുക്ക് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള പ്ലോട്ടാണ് എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ റെക്ടാങ്കിളിൽ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു എന്താണ് ഒരു സ്ഥലമാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിർമ്മിക്കാം എന്നൊന്നും പറ്റില്ല. അതിന് ബിൽഡിംഗ് റൂൾസുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ ഒരു റോഡിനോട് ചേർന്നുള്ള പ്ലോട്ടാണെങ്കിൽ റോഡിൽ നിന്നും ഒരു 3 മീറ്റർ നമ്മൾ വിട്ടിട്ട് വേണം നമ്മുടെ വീട് നിർമ്മിക്കാനായിട്ട്. അതുപോലെ നമ്മുടെ വീടിന്റെ 4 വശങ്ങളിലും ഇത്ര അളവ് സ്പേസ് വിടണം എന്നുള്ള ഒരു റൂളുണ്ട്. അപ്പോൾ അത് 3 സെന്റിൽ താഴെയുള്ള പ്ലോട്ടിന് അത് ഇച്ചിരി അളവുണ്ടെങ്കിലും അതിൽ മുകളിലുള്ള പ്ലോട്ടുകൾക്കൊക്കെ റോഡിനോട് ചേർന്നാണെങ്കിൽ 3 മീറ്റർ ആ ഒരു വശത്ത് വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്ലോട്ടിന്റെ റോഡിനോട് ചേർന്ന് വരുന്ന ഭാഗം വീതി കുറവും അല്ലാത്തതിൽ വീതി കൂടുതലുമാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. വേറൊരു കാര്യം നോക്കേണ്ടത് നമ്മളെ ഒരു പ്ലോട്ട് റോഡിൽ നിന്നും താഴ്ന്നിട്ടാണോ അതോ ഉയർന്നിട്ടാണോ എന്നുള്ളതാണ്. റോഡിന്റെ ആ ഒരു ലെവല് കുറച്ച് പൊന്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ റോഡിന്റെ ആ ഒരു ലെവലിൽ നിന്ന് താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അത് ഒന്നുകിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ റോഡ് നമ്മൾ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ അതിൽ വരുന്ന സമയത്ത് റോഡ് പണീന്റെ സമയത്ത് അതിന്റെ ഹൈറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെള്ളം നമ്മുടെ പ്ലോട്ടിലേക്ക് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ നിർമ്മിക്കുന്ന വീടിന്റെ ബേസ്മെന്റിന്റെ ഹൈറ്റ് കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് കുറച്ച് ഹൈറ്റിലുള്ള പ്ലോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോർമൽ ലെവലിലുള്ള ഒരു ബേസ്മെന്റിന്റെ ഹൈറ്റ് കൊടുത്താൽ മതിയാവും. പിന്നെ അഞ്ചാമത്തായിട്ടൊരു കാര്യം പറയാനുള്ളത് അതിന്റെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു പ്ലോട്ട് കിട്ടുകയാണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ആളെ കാണിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഒരു പ്ലോട്ട് മേടിക്കുക എന്നുള്ളത്. പലപ്പോഴും പല ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നത്തിൽ കിടക്കുന്ന ഭൂമിയോ അപ്പോൾ അത് നമ്മൾ മേടിക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാനോ 3D ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോ കാണാം. ബൈ.